ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. അപ്പു രതികയെ പിടിച്ച് മാറ്റി നിർത്തി ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചേച്ചി എന്നോട് സത്യങ്ങൾ തുറന്നു പറ. ആരാ, രാജുവേട്ടനാണോ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അപ്പു ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും അതൊക്കെ നിനക്ക് തോന്നുന്നതാണെന്നും. അല്ല, അപ്പുവിൻ്റെ ഓണം വെക്കേഷൻ കഴിയാനായില്ലേ എന്നും രതിക ചോദിക്കുന്നു. കഴിഞ്ഞു ചേച്ചി, ഈ ഓണക്കാലം ഓർക്കാനായി അനവധി ഓർമ്മകളുമായിട്ടാ ഞാനിനി തിരിച്ചു പോകാൻ പോകുന്നതെന്ന് അപ്പു വിഷമത്തോടെ പറയുന്നു. തുടർന്ന് അപ്പുവിന് ഉമ്മ കൊടുത്തുകൊണ്ട് യാത്രയാക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് വേണുവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്ന സരസ്വതിയെയാണ്. തുടർന്ന് അവരവിടെ നിന്ന് യാത്രയാകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് വേണു ഋതികയോട് പറയുകയാണ്, മോളെ, ഈ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു, പക്ഷെ അതൊക്കെ മോള് ഒഴിവാക്കി വിട്ടില്ലേ. മോളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ എത്ര അൽപ്പരാ. എന്താണെങ്കിലും നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞ് വേണു ഋതികയുടെ മുന്നിൽ നിന്നും കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. പ്രതാപനും ശേഖരനും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അംബിക താഴേക്ക് വരികയാണ്. അല്ല, ദീപക് ഇതുവരെ എഴുന്നേറ്റില്ലേ ചേച്ചി എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നും അവൻ ഉറക്കത്തിലാണെന്നും അംബിക പറയുന്നു. അവനോടിങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറയാനായി പ്രതാപൻ പറയുമ്പോൾ നിങ്ങൾ രണ്ട് അമ്മാവന്മാരല്ലേ, നിങ്ങൾ തന്നെ അവന് ബിസിനസ് എന്തെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കാനായി അംബിക പറയുന്നു. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, ശേഖര, നിനക്ക് അവനെ നെല്ലിയാമ്പതിയിൽ കൊണ്ട് നിർത്തിക്കൂടെ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, ഞാൻ അവനോട് പറഞ്ഞതാ. അപ്പോ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, അട്ടകടി കൊള്ളാൻ അവന് വയ്യെന്ന്. അട്ടകടി കൊള്ളണ്ട, അട്ടയാകാതിരുന്നാ മതിയെന്ന് പരിഹാസത്തോടെ പറയുകയാണ് പ്രതാപൻ. യാമിനി അമ്മയെ അമ്പലത്തിലേക്ക് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ കൂടെ അപ്പുവും ഉണ്ടെന്നും അവരിപ്പോ തന്നെ വരുമെന്നും യാമിനി പറയുന്നു. അതേസമയം അപ്പുവും സരസ്വതിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഞാനേ അപ്പുവിന് കുറച്ച് ഡ്രസ്സ് കൂടി എടുക്കണമെന്ന് കരുതിയാ പോയത്, പക്ഷേ നല്ല കടയൊന്നും കണ്ടില്ല. ഓ, ഇപ്പൊ കിളവിക്ക് അപ്പുവിനോടാണ് പുന്നാരം എന്ന് അംബിക മനസ്സിൽ പറയുമ്പോൾ സരസ്വതി പറയുകയാണ്, അത് പിന്നെ ഞാൻ കോനാട്ടമ്പലത്തിലേക്ക് മാത്രമല്ല പോയത്. ഋതിക മോളെ കൂടി ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾക്കവിടെ സന്തോഷം തന്നെയാണ്, മിടുക്കിയായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പവും ഉണ്ടാകില്ലമ്മേ, അവര് നമുക്ക് അന്യരല്ലല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ ചേച്ചിക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട്. ചേച്ചി അത് മറക്കാൻ ശ്രമിച്ചാലും എനിക്ക് നന്നായി തന്നെ മനസ്സിലാകും. പക്ഷേ അതിപ്പോ ഇവിടെ പറയണോ എന്ന് അപ്പു മനസ്സിൽ ആലോചിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരുന്നു, മോള് കരയുന്നതായിട്ട്. അതുകൊണ്ടാ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്ത ശേഷം ഉടൻ തന്നെ ഞാൻ മോളെ കാണാനായി പോയതെന്ന് സരസ്വതി പറയുന്നു. ദൈവം അനുഗ്രഹിച്ച് അവൾക്ക് അവിടെ നല്ല സുഖം തന്നെയാണെന്ന് സരസ്വതി പറയുമ്പോൾ അവളുടെ ജീവിതം തകർക്കാനുള്ള മിസൈല് ഞാൻ ഒരുക്കി വെക്കുന്നുണ്ടെന്ന് അംബിക മനസ്സിൽ പറയുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചു വന്നപ്പോഴേക്കും അവള് ഇവിടം വിട്ടുപോയി. എന്താണെങ്കിലും എനിക്കിപ്പോ രണ്ടു മക്കളാമേ, അതോർത്ത് എനിക്ക് സന്തോഷമുണ്ട്, രാജുവും ഋതികയും എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടക്കുന്ന വേണുവിനെയാണ്. അതേസമയം പത്മാവതി വേണുവിനെ വിളിക്കുന്നു. ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാ വേണുവേട്ട വിളിച്ചത്. എന്റെ മോൾക്ക് അവിടെ എന്തുണ്ട് വിശേഷം? മോൾക്ക് ഇവിടെ സന്തോഷം തന്നെയാ മേഡം. പിന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്ന് രാവിലെ സരസ്വതി മേഡവും ശേഖരൻ സാറിന്റെ മോളും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഡത്തിന് മോളെ കാണാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന് വേണു ചോദിക്കുന്നു. ഉണ്ട് വേണുവേട്ടാ, എനിക്ക് നല്ല ആഗ്രഹം തന്നെയുണ്ട്. ഇനി ഞാൻ അവളെ കാണാൻ വരുമ്പോൾ ഞാനാണ് അമ്മയെന്ന് അവളെ തിരിച്ചറിയണം. ഞാൻ അവിടേക്ക് എത്താൻ അല്പം കാലതാമസം കൂടിയുണ്ട്. ഉടൻ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്മാവതി കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. രാജു ജോലിക്കായി വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. യാമിനി ഋതികയുടെ വിശേഷം ചോദിക്കുമ്പോൾ നന്നായി തന്നെ ഇരിക്കുന്നെന്ന് രാജു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ 8 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തുന്നതിനെക്കുറിച്ച് രാജുവിനോട് ചർച്ച ചെയ്യുന്നതാണ്. കുറേയേറെ കമ്പനികൾ വന്നിട്ടുണ്ടെന്നും നല്ലതേതെങ്കിലും നോക്കി തിരഞ്ഞെടുക്കാനും പ്രതാപൻ രാജുവിനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അംബിക മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും ആ ടെൻഡർ ഏറ്റെടുക്കുന്നവന് കൊയ്ത്ത് തന്നെയായിരിക്കും. ദീപകിന് ഇതിന്റെ ചുമതല കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഈ കാര്യമൊന്ന് പറഞ്ഞു നോക്കിയാൽ പ്രതാപൻ അംഗീകരിക്കുമോ എന്ന് അറിയില്ലല്ലോ എന്നും അംബിക മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ലാപ്ടോപ്പ് കമ്പനിക്കാരെയാണ്. അവരുടെ ലാപ്ടോപ്പെല്ലാം വൻ നഷ്ടത്തിലാണെന്നും ഒന്നും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നും കുറെ ലാപ്ടോപ്പുകൾ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണെന്നും പറയുമ്പോഴാണ് പ്രതാപ് വർമ്മയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് അവരവിടെ സംസാരിക്കുന്നത്. അതേസമയം അവിടെ ജോലി ചെയ്തിരുന്ന ജയന്റെ കൂട്ടുകാരൻ ഇതെല്ലാം കേൾക്കുകയും ഇത് വർക്കൗട്ട് ആകാനായി നല്ലൊരു പ്ലാൻ എന്റെ കയ്യിലുണ്ടെന്നും ഞാൻ പോയി അവനെ കണ്ട് സംസാരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജയന്റെ കൂട്ടുകാരൻ ജയനെ വിളിക്കുന്നതും കാര്യങ്ങളെല്ലാം പറയുന്നതുമാണ്. എങ്ങനെയെങ്കിലും രാജുവിനെ വശത്താക്കി ടെൻഡർ അവരുടെ കമ്പനിക്ക് തന്നെ കൊടുക്കാനായി ജയനോട് അയാൾ പറയുന്നു. കോടികൾ ലാഭമായി കിട്ടുമെന്ന് പറയുമ്പോൾ ജയൻ അതിന് സമ്മതം മൂളുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഋതികയാണ്. ഋതിക രാധമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, രാധമ്മേ, വിവാഹത്തിന് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. രാധമ്മയ്ക്ക് ഞാൻ രാജുവിനെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഋതിക പറയുമ്പോൾ ഋതികയെ പൂർത്തിയാക്കാനാകാതെ രാധമ്മ പറയുകയാണ്, എങ്കിൽ നീ രാജുവിന് കഴുത്ത് നീട്ടി കൊടുക്കില്ലായിരുന്നു എന്നല്ലേ നീ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ഋതിക ഞെട്ടലോടെ രാധമ്മയെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.